2026 ട്രാൻസ്ജെൻഡർ അമെന്റ്മെന്റ് ബിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. 2014 നാൽസ ജഡ്ജ്മെന്റിന് ഒരു പ്രതികരണം എന്നോണമാണ് ആദ്യത്തെ ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന്റെ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പാസാക്കിയത്. 2019 ആക്ടിൽ ഒരു വ്യക്തിക്ക് സെൽഫ് പെർസീവ്ഡ് ജെൻഡർ ഐഡന്റിറ്റിക്കുള്ള അവകാശം ഉണ്ടായിരുന്നതാണ്. എന്നാൽ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സ്വയം നിർണയ അവകാശത്തെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് പുതിയ ഭേദഗതി ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വയം നിർണയത്തിന് പകരം മെഡിക്കൽ ഓഫീസർമാരുടെയും ജില്ലാ മജിസ്ട്രേറ്റുമാരുടെയും നേതൃത്വത്തിലുള്ള മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഒരു പരിശോധന നിർബന്ധമാക്കിയിരിക്കുകയാണ്. കൂടാതെ ട്രാൻസ്ജെൻഡർ എന്ന വാക്കിന്റെ ഡെഫിനിഷൻ കൂടി മാറ്റണമെന്ന ഒരു നിർദ്ദേശം കൂടി ഈ ബില്ല് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം നോൺ ബൈനറി ആയിട്ടുള്ള ആളുകളെയും ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള ആളുകളെയും അതുകൂടാതെ സെൽഫ് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെയും ഈ നിർവചനത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇന്റർസെക്സ് പോലെയുള്ള പ്രധാനപ്പെട്ട വാക്കുകളെ ഡെഫിനിഷന്റെ ഭാഗത്ത് നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. പ്രത്യേകമായി കൺജനൈറ്റൽ വേരിയേഷൻസ് എന്ന രീതിയിലാണ് അതിനെ അഡ്രസ്സ് ചെയ്യണമെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്യാവുന്ന ഒരു അസുഖം മാത്രമാണ് ഈ അവസ്ഥകൾ എന്ന രീതിയിൽ പറഞ്ഞു വെക്കുകയാണ് നിയമം ചെയ്യുന്നത്. ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്തവരുടെ വിവരങ്ങളൊക്കെ അതാത് ഹോസ്പിറ്റലുകൾ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് നൽകണമെന്ന് പറയുന്നതിൽ ആ വ്യക്തികളുടെ സ്വകാര്യതയാണ് ഹനിക്കുന്നത്. ട്രാൻസ് പേഴ്സൺസിന്റെ സ്വകാര്യതയ്ക്കും മൗലിക അവകാശങ്ങൾക്കും മേലെയുള്ള ബ്യൂറോക്രസിയുടെ കടന്നുകയറ്റമാണ് ഈ ബിൽ. അതുകൊണ്ട് ഇത് എതിർക്കപ്പെടേണ്ടതാണ്.